കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ബിഗ് ബോസ് മലയാളം സീസൺ 4 റണ്ണറപ്പായ ബ്ലെസ്ലിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചത്. സത്യാവസ്ഥ തിരക്കിക്കൊണ്ടായിരുന്നു നിരവധി പ്രേക്ഷകരും എത്തിയത്. ഇപ്പോൾ ഇതാ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ബ്ലെസ്ലി നടത്തിയത് എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പുറത്തുവരുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത് ടെലിഗ്രാമിലൂടെ തട്ടിയെടുത്ത പണം ക്രിപ്റ്റോ കറൻസിയാക്കി ചൈനയിലേക്ക് അയക്കാനുള്ള ശ്രമമായിരുന്നു ബ്ലെസ്ലിയുടേത്. ഈ കേസിൽ ബ്ലെസ്ലിയുടെ പങ്ക് ഇതായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്ത് ബ്ലെസ്ലിയെ. ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വലിയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തിരുന്നു. ചൈനയിലായിരുന്നു ബ്ലെസ്ലി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 10-ാം തീയതിയായിരുന്നു എയർപോർട്ടിൽ വെച്ച് ബ്ലെസ്ലിയെ പോലീസ് പിടികൂടുകയും ചെയ്ത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പണം ക്രിപ്റ്റോ കറൻസിയാക്കി ചൈനയിലേക്ക് എത്തിച്ചു എന്നുള്ള രീതിയിൽ കസ്റ്റഡിയിലെടുത്ത ബ്ലെസ്ലിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ചായിരുന്നു ഈ വൻ തട്ടിപ്പ് നടന്നത്. പിടിച്ചെടുത്തത് കോടികൾ വിലയുള്ള പണമാണ് എന്നുള്ള രീതിയിലാണ് പുറത്തുവരുന്ന വിവരങ്ങളും. 120 കോടിയുടെ തട്ടിപ്പാണ് നടന്നത് എന്നാണ് സൂചന. ഇത് തന്നെയാണ് ഇപ്പോൾ പ്രാഥമിക വിവരങ്ങളായിട്ടും പുറത്തുവരുന്നത്. അതേസമയം ബ്ലെസ്ലിയെ കസ്റ്റഡിയെടുത്ത ദിവസങ്ങൾക്ക് അന്ത്യം കുറിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോടതി റിമാൻഡ് വിധിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ വീണ്ടും അറസ്റ്റ് ഉണ്ടാകുമെന്നും പുറത്തു വരുന്നുണ്ട്. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിരുന്നു ബ്ലെസ്ലി. ബിഗ് ബോസ് മലയാളം സീസൺ 4 വിന്നർ ആകേണ്ടതായിരുന്നു ബ്ലെസ്ലി. എന്നാൽ ദിൽഷ പ്രസന്നൻ 1-ാം സ്ഥാനം കരസ്ഥമാക്കി കപ്പ് കൊണ്ടുപോവുകയും 2-ാം സ്ഥാനമായ റണ്ണറപ്പ് സ്ഥാനത്തിലേക്ക് ബ്ലെസ്ലി എത്തുകയും ചെയ്തു. ഇന്നും ബ്ലെസ്ലിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു കൃത്യം ചെയ്തതിന്റെ ദുഃഖത്തിൽ തന്നെയാണ് ആരാധകരും.